സാങ്കേതിക സർവകലാശാല പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ച് വൈസ് ചാൻസലർ. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഫിനാൻസ് കമ്മിറ്റി യോഗം ഇന്ന് ഉണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. KTUവിൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു യോഗം വിളിച്ചത്? തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇപ്പോൾ യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. പെൻഷൻകാർക്ക് 2 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തിക പ്രശ്നത്തിലാണ് KTU. സാമ്പത്തികമുണ്ട്, പക്ഷേ അത് ചെലവാക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് ചേർന്ന ബജറ്റ് അംഗീകരിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. എന്തായാലും ബജറ്റ് അംഗീകരിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അടിയന്തര സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റി യോഗമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഫിനാൻസ് കമ്മിറ്റി യോഗം ചേർന്ന് ബജറ്റിന് രൂപം നൽകി കഴിഞ്ഞാൽ ആ ബജറ്റ് സിൻഡിക്കേറ്റിൽ വെക്കാം. സിൻഡിക്കേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ, സിൻഡിക്കേറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ബജറ്റ് അംഗീകരിക്കുകയും സ്വാഭാവികമായി തുടർന്ന് KTUവിൻ്റെ മറ്റ് നടപടികളെല്ലാം സ്മൂത്തായി പോവുകയും ചെയ്യും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പോലും, അതായത് കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പോലും പ്രിന്റ് ചെയ്യാൻ പണം എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സർവകലാശാല വാഹനങ്ങൾക്ക് ഡീസൽ വാങ്ങാൻ പോലും പണമില്ല എന്നുള്ള വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും അടിയന്തരമായി VCയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. സ്മിത. ശരി.